നമ്മളിതിൽ ജോയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ നഷ്ടങ്ങളൊന്നും നമ്മളില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് എന്താ പറയാ, അത്രയും ഒരു കുറഞ്ഞൊരു മുതൽ മുടക്കിലാണ് തുടങ്ങിയതെന്ന് വെച്ചിട്ട് നമ്മൾ ആരും ഇത് നിസ്സാരമായിട്ട് കാണരുത്. അതോടൊപ്പം തന്നെയാണ് നമ്മളെ ഒരു ഭാവി, നമ്മളെ മാത്രമല്ല നമ്മുടെ മക്കളുടെ ഒക്കെ ഭാവി നിർണ്ണയിക്കുന്ന നല്ലൊരു ബിസിനസ് അവസരമാണെന്ന് തന്നെ നമ്മൾ ഈ അങ്ങനത്തെ ഒരു മൈൻഡിൽ തന്നെ നമ്മളിത് എടുത്ത് കാണുക. അതുപോലെ തന്നെയാണ് നമ്മുടെ വർക്കുകൾ. നമുക്കറിയാൻ പറ്റും ലേഡീസിന് വർക്ക് ചെയ്യാൻ ഒരു സമയപരിധി ഉണ്ട്. പക്ഷെ ജെൻസ് ഒരു സാധാരണ ഒരു 8 മണിക്കൊക്കെ വീട്ടിലെത്തി നിൽക്കുന്ന ജെൻസ് ആണെങ്കിൽ അതൊക്കെ ചെറുതായിട്ടൊരു മാറ്റം വരുത്തുക. കാരണം എന്താ പറയാ, വീടുകളില് ജോലികൾക്കും മറ്റും പോകുന്ന ആൾക്കാരൊക്കെ വീട്ടിലുണ്ടാവുക എപ്പോഴും സന്ധ്യാസമയം കഴിഞ്ഞിട്ടൊക്കെയാണ്. ഉച്ച സമയത്തൊന്നും അങ്ങനെ ആൾക്കാരുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ വർക്ക് ഫോളോ അപ്പിനായാലും ക്ലോസിങ്ങിനായാലും പുതിയ ആൾക്കാരെ കാണുന്നതിനായാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വർക്ക് ചെയ്യുക. ഒരു രാത്രി 9 മണി വരെയെങ്കിലും മിനിമം ചെയ്യുക. അയച്ചിട്ട് പണിക്ക് ഇപ്പൊ പാർട്ട് ടൈം ആയിട്ടൊക്കെ പോകുന്ന ആൾക്കാർക്ക് ജോലി കഴിഞ്ഞ് 3 മണിക്ക് ശേഷമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 9 മണി വരെയൊക്കെ വർക്ക് ചെയ്യാലോ. ദിവസവും മിനിമം 2-3 ആൾക്കാരെ കാണുകയോ അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുകയോ ക്ലോസ് ചെയ്യുകയോ പ്രൊഡക്റ്റ് കൊടുക്കുകയോ, എങ്ങനെ ഓരോ വർക്കുകൾ മിനിമം ഒരു 3 വർക്കെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് നമ്മളെ തലയിലേക്ക് കയറും. കാരണം മറ്റേ ഒരു ദിവസം വർക്ക് ചെയ്ത് 2-3 ദിവസം നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കാണെന്നാൽ നമുക്കൊരു ചട കൊടുക്കും. അപ്പൊ നമ്മൾ ദിവസവും ചെറിയ ചെറിയ വർക്കിനായാലും നമ്മൾ ദിവസവും ഇറങ്ങുക. അപ്പൊ ജെൻസിനെ സംബന്ധിച്ചുള്ള 9 മണി വരെയെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുക. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. അല്ലാതെ നമ്മളൊരു 6 മണി വരെ 7 മണി വരെ ചെയ്ത് നമ്മളെ വീട്ടിലേക്ക് കയറി വേഗം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി സമയം എടുത്ത് ചെയ്യാം. അതോടൊപ്പം തന്നെയാണ് നമ്മളിതൊരു ബിസിനസ് ആയിട്ട് തന്നെ നമ്മളിത് കാണുക. അതുപോലെ തന്നെ നമ്മള് ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ കണ്ട സമയത്തൊക്കെ അവര് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ കണ്ട സമയത്ത് നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ ഒഴിവാക്കുക, അല്ലെങ്കിൽ ബിസിനസിനെ കുറിച്ച് ഒരുപാട് മുസ്റ്റിൽ പറഞ്ഞ ആൾക്കാരാണെങ്കിലും ഒക്കെ കുഴപ്പമില്ല. അല്ലാതെ ഉണ്ടല്ലോ, നമുക്ക് ഇവര് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കട്ടെ, ഇവരിതിന് വിജയിക്കോ അല്ലെങ്കിൽ നല്ലതാണെന്ന് നോക്കട്ടെ എന്നൊക്കെ നോക്കി കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നമുക്ക് തോന്നി ഇയാൾ കുഴപ്പമില്ല നല്ലതാണ് എന്നുള്ള തോന്നിയിട്ടുള്ള ആൾക്കാരെ നമ്മൾ തീരെ വിടരുത്. ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യുന്ന വേണം. ഈ ഫോളോ അപ്പ് എന്ന് ലീഡർമാർ പറയുന്ന സമയത്ത് അവൻ എന്റെ ചങ്ങായിയല്ല, അവൻ എന്റെ കുടുംബക്കാരല്ല, അവരുടെ അടുത്തേക്ക് ഞാൻ എങ്ങനെ എപ്പോഴും ഇതിനെ പറ്റി പറഞ്ഞു പോവുക, എങ്ങനെ അത് ചോദിക്കുക എന്നുള്ള ഒരു മൈൻഡിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല, മറ്റുള്ള ലീഡർമാർ പറഞ്ഞിട്ട് അവരെ ബിസിനസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ വിചാരിക്കും അവരെ പോയിട്ട് അനുഭവമാണ്. ഞാൻ നല്ല ഒരു വിവരം അറിഞ്ഞിട്ടാണ് ഈ ഒരു ക്ലാസ് അങ്ങ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കൊണ്ടുപോയി ചിലപ്പോ ഒരു വ്യക്തി നമുക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത വ്യക്തിയായിട്ട് കാണിച്ചിട്ടുണ്ടാവുക. ആ ജോയിൻ ചെയ്ത വ്യക്തി എന്തെങ്കിലും കാരണവശാല് ബിസിനസ് ഒന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ മറ്റോ ആണ സമയത്ത് അവര് കാണിച്ചെന്നതല്ലേ, അപ്പൊ അവരിപ്പോ ഏതായാലും ബിസിനസ് ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ പോവുക എന്നുള്ള ഒരു മൈൻഡൊക്കെ നമുക്ക് ഉണ്ടാവാം. അപ്പൊ അങ്ങനൊക്കെ ആണെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് എന്താ പറയാ, ഇതിന്ന് നമുക്ക് അയാളെ കിട്ടാതെയാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ആൾക്കാരെ കാണിച്ചു തന്ന വ്യക്തി ഉണ്ടോ ഇല്ലെന്നുള്ളതല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് ചെയ്ത് തന്നെ കൊണ്ടുവരിക. പിന്നെ ബിസിനസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്ത് കുറച്ച് പ്രൊഡക്റ്റുകളെങ്കിലും അവർക്ക് ഉപയോഗിക്കാനെങ്കിലും എടുപ്പിച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ അവർ നമ്മളെ കയ്യിൽ നിന്ന് മിസ്സാവില്ലല്ലോ. അങ്ങനെ ചെയ്തിടാം. കാരണം ഒരുപാട് എമൗണ്ടിന് എടുത്തിട്ടില്ലെങ്കിലും ചെറിയ രീതിയിൽ ക്ലോസിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ അങ്ങ് ചെയ്ത് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തിട്ട് കൂട്ടിയാൽ മതിയല്ലോ. അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും ഇതൊരു ജോലി കൂലി എന്നുള്ള രീതിയിൽ കാണരുത്. നമുക്കറിയാൻ പറ്റും നമ്മളിതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നല്ലൊരു രീതിയിലുള്ള വരുമാനം കിട്ടുന്നുണ്ടാവില്ല. കാരണം നമുക്കറിയാൻ പറ്റും ഇതില് ജോയിൻ ചെയ്ത എല്ലാ ആൾക്കാരും ഇപ്പൊ കുടുംബം നോക്കുന്ന ആൾക്കാരാണ്, ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും. അപ്പൊ ഈ ബിസിനസ്സിലേക്ക് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ട്. കാരണം നമ്മൾ ഓരോ മീറ്റിങ്ങുകൾ പോകുന്നതും അതോടൊപ്പം ടീം വർക്കിന് പോകുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ വരുന്നുണ്ട്. അതൊക്കെ വണ്ടിയിൽ എണ്ണ വെക്കുന്നത്, ചെറിയ ചെറിയ ചെലവുകൾ, ഇതെല്ലാം ഇതിൽ ഓരോ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ഓരോ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നാം സാമ്പത്തികമായിട്ട്. കാരണം ഫസ്റ്റ് ടൈമിൽ ഇറങ്ങുന്ന ആൾക്കാർക്ക് ആഴ്ചയിൽ വരുമാനം, അപ്പൊ അവർക്ക് ഒന്ന് ചെയ്യാൻ പറ്റുന്ന റീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാവും. അതോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന ജോലിയുടെ കൂടെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഫുൾ ടൈം ആയിട്ട് ഇറങ്ങുകയാണെങ്കിൽ റീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മള് പാർട്ട് ടൈമാർ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ തന്നെ ചെയ്യുക. നല്ലൊരു ചെറിയൊരു വരുമാനം നല്ല രീതിയിൽ വരെ. കാരണം എന്താ വെച്ചാൽ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമുക്ക് ഉണ്ടാവും. അപ്പൊ അതൊരു ഇഷ്യൂ കാരണം ബിസിനസ്സിലേക്ക് വന്നിട്ടാണല്ലോ എന്നുള്ളത് നമുക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി തന്നെ നമ്മൾ ബിസിനസ് ചെയ്യാം. പിന്നെ എപ്പോഴും നമുക്ക് ഇത് ഈ ആഴ്ച ചിലപ്പോ എല്ലാ ആഴ്ച നമുക്ക് വരുമാനം വരുന്നുണ്ട്, നമ്മൾ വിചാരിച്ച രീതിയിലുള്ള വരുമാനം കിട്ടില്ല. ഒരു ബിസിനസ് ആണല്ലോ, ചില ആഴ്ച കുറയും ചില ആഴ്ച കൂടും.
ഇപ്പൊ നമ്മൾ എപ്പോഴും ഇതെന്താ ഒരു ബിസിനസ് ആയിട്ട് കാണാം. നമ്മളെപ്പോഴും നമ്മളിപ്പോ അന്നാന്ന് ജീവിച്ചു പോകാൻ വേണ്ടി ചെയ്യുന്നതല്ലോ. അപ്പൊ അതിന് നമ്മളിപ്പോ ചെയ്യുന്ന ജോലിയുടെ കൂടെ തന്നെ നമ്മളിത് കൊണ്ടുപോവുക. ഇതൊരു ബിസിനസ് മൈൻഡ് ആയിട്ട് തന്നെ കാണാം. നമ്മൾ ഇസ്മായിൽ സാറ് പറഞ്ഞ ചെറിയൊരു ഒരു അമ്പലിന്റെ ഒരു കഥയുണ്ട്. കാരണം ഒരു അമ്പൽക്കുളം അതില് ഉള്ള ആമ്പൽക്കുളത്തില് ആമ്പൽ നിറയുന്ന ദിവസം എന്ന് പറയുന്നത് ഒരു 50 ദിവസം കൊണ്ടാണ് ആ ആമ്പൽക്കുളത്തിൽ ആമ്പൽ നിറഞ്ഞു നിൽക്കുന്ന ദിവസം 50 ദിവസം കൊണ്ടാണ് ആവുക. അപ്പൊ ഈ ആമ്പൽ എന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് ഇരട്ടിയാവുന്നതാണ്. ഒരു ദിവസം കൊണ്ട് ഇരട്ടിയാവും ഇതിലുള്ള ആമ്പലെല്ലാം. അപ്പൊ 50 ദിവസം കൊണ്ടാണ് ആ ആമ്പൽക്കുളം നിറയുന്നത്. അപ്പൊ അത് പകുതി ആകുന്ന ദിവസം ഏതെന്നാണ് ഇസ്മായിൽ സാർ ചോദിച്ചത്. ആ ചോദിക്കുന്ന സമയം എടരിക്കോട് ഒരു മീറ്റിംഗ് എന്നാണ് സാറ് ചോദിച്ചത്. ടെലനേഴ്സിന്റെ മൊത്തം ക്ലാസ്സിൽ വെച്ചിട്ടാണ്, ടസ്കസിന്റെ അല്ല, ടെലനേഴ്സ് മൊത്തം വെച്ചിട്ടുള്ള ഒരു ക്ലാസ്സിനാണ് ചോദിച്ചത്. 50 ദിവസം കൊണ്ട് ആ കുളം നിറയും. അത് ആമ്പല് ഒരു ദിവസം കൊണ്ട് ഇരട്ടിയാവും. എല്ലാ ആമ്പലും ഒറ്റ ദിവസം കൊണ്ട് ഇരട്ടിയാവുന്ന ആമ്പലാണ് അതിലുള്ളത്. അപ്പൊ അത് പകുതി ആകുന്ന ദിവസം ഏതെന്നാണ് ചോദിച്ചത്. അതില് ഞാൻ പെട്ടെന്ന് തന്നെ കണക്കിലേക്ക് നല്ലൊരു ഇതാണ്, കൃഷി തീരെ പോക്കുകയാണ്. അപ്പൊ ഞാൻ ആൾക്കൂട്ടത്തിൽ നിന്ന് ഫസ്റ്റായിട്ട് ഉത്തരം പറഞ്ഞ 49ാമത്തെ ദിവസമാണ് അതിൽ പകുതി ആകുന്നത്. കാരണം പിറ്റേന്നത്തേക്ക് ഇരട്ടിയാവും. എല്ലാ ആമ്പലും ഇരട്ടിയാകുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഇരട്ടിയാവും എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ 49ാമത്തെ ദിവസമാണ് അത് പകുതി ആവുന്നത്. 50ാമത്തെ ദിവസം ആ കുളം മുഴുവനാവുന്നുണ്ടാവാം. അതുപോലെ തന്നെയാണ് ഈ 49 ദിവസം കാത്തുന്നില്ലേ, ഒറ്റ ദിവസം കൊണ്ട് അത് നിറഞ്ഞു. അപ്പൊ 49 ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ടാണ് ബിസിനസിന്റെ മൈൻഡ് പറയാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് എത്രയാണെന്നുള്ളതല്ല, ചിലപ്പോ പെട്ടെന്നാവും നമുക്ക് ടീം വരുന്നതും ആ ടീമിൽ കൂടി നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നമ്മളിതൊരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാൻ നല്ല ഒരു മൈൻഡും അതോടൊപ്പം തന്നെ എടുത്ത തീരുമാനത്തിന് എപ്പോഴെപ്പോഴും തീരുമാനം മാറ്റാതിരിക്കുക. കാരണം നമ്മള് വീട്ടിൽ നിന്ന് അങ്ങനെ പറയാണ്, ഇപ്പൊ പൈസയൊക്കെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടാണ്, നല്ല രീതിയിൽ ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നല്ലൊരു പണിയുള്ള ദിവസമാണ് ഒരു മീറ്റിംഗ് രാവിലെ തന്നെ സാർമാർ വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അന്നൊരു വരുമാനം കിട്ടിയതന്നെ, അങ്ങനെയൊക്കെ ചിന്തിക്കണം. വീട്ടിൽ നിന്ന് ഓരോരുത്തർ പറയുന്നതിനനുസരിച്ച് നമ്മളെ വീട്ടിൽ നിന്ന് പറയുക, അല്ലെങ്കിൽ മക്കള് പറയുക, അല്ലെങ്കിൽ ഫാമിലിയുള്ള ആൾക്കാർ പറയുക, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്നുള്ള ചങ്ങായിമാര്, നമ്മളിപ്പോ ആദ്യമൊക്കെ നല്ല ചങ്ങാത്തം കൂടി നടന്നിട്ടായിരുന്നു. ഇപ്പൊ ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം അവരെന്നെ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ മിണ്ടുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ മിസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ തോന്നുന്ന സമയത്തൊക്കെ നമ്മൾ അപ്പം തന്നെ നമ്മൾ തീരുമാനം മാറ്റാതിരിക്കുക. നമുക്കറിയാൻ പറ്റും, നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാര്യം വന്നാൽ ആരും പരിഹരിക്കാണ്ടാവില്ല. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൈസ ഉണ്ടെങ്കിൽ എന്ത് കാര്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഈ നമ്മളെ കയ്യിൽ ഏത് തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പും നമുക്ക് കിട്ടുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മളെ വീട്ടിൽ ഇപ്പോഴുള്ള ചെറിയ ചെറിയ ആലോചനകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ കടം വരുന്നതോടൊപ്പം കൂടി അതോടൊപ്പം ഒക്കെ മാറുന്നുണ്ടാവാം. അപ്പൊ അതെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അൽത്താഫ് സാറും അതുപോലെ തന്നെ സാറുകളൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 3 വർഷം ചെയ്തിട്ട് എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്തിട്ട് ഒരു 3 വർഷം നമ്മൾ ഇതിലേക്ക് തെറ്റായി നിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല രീതിയിൽ വിജയിക്കാനായിട്ട് കഴിയും. നമ്മളെ പിടിച്ചു നിൽക്കാൻ ഓരോ ലീഡർമാർ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് പിടിച്ചു നിൽക്കുക തന്നെ വേണം. കാരണം അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇതിലേക്ക് ഉള്ളത്. പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവർക്കും അതിന് ഭാഗ്യം ഉണ്ടാവട്ടെ. നമ്മളെ കൂടെ ജോയിൻ ചെയ്ത ഒരാളും ഇതിന് തൊഴിഞ്ഞു പോവാതെ നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അതോടൊപ്പം തന്നെ ബെറി ബ്ലാസ്റ്റിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ബെറി ബ്ലാസ്റ്റിന്റെ ടിക്കറ്റിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് നാളെ. അപ്പൊ അതിന്റെ മുന്നിൽ തന്നെ എല്ലാരും ആർക്കെങ്കിലും ഇനി പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തു. അവനാന്റെ ടിക്കറ്റിന്റെ പൈസ അവനാൻ കൊടുത്തു കഴിഞ്ഞാൽ ലീഡർമാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഒന്നിച്ച് നമുക്ക് അയച്ചു കൊടുക്കാൻ കഴിയും. ലീഡർമാർക്ക് ഒരിക്കലും ഈ 600 രൂപ വെച്ചിട്ട് ഓരോരുത്തർ പൈസ എടുത്ത് കൊടുക്കാനായിട്ട് അഡ്വാൻസ് ആയിട്ട് കൊടുക്കാനൊന്നും കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യുക, അവനാന്റെ ടിക്കറ്റിന്റെ പൈസ അവനാൻ എന്ത് ചെയ്യുക, അവനാന്റെ ലീഡർമാരെ ഏൽപ്പിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോവാന്നുള്ളതിന് മാത്രമല്ല, ഇന്ന് ജോയിൻ ചെയ്ത ആൾക്കാർ വരെ അവരെ താഴത്ത് 2 ഭാഗത്തുനിന്നും ആൾക്കാരെ കയറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്നത് പോലെ തന്നെ ഇത്രയും നല്ലൊരു ഇവന്റ് വർഷത്തിൽ ഒരിക്കലാണ് ഉണ്ടാവല്. അപ്പൊ എന്താ വെച്ചാൽ കൊച്ചിയിലും എറണാകുളത്തൊക്കെയാണ് ഉണ്ടാവല്. ഇതിപ്പോ നമ്മുടെ നാട്ടിൽ മലപ്പുറത്ത് വന്നതാണ്. അത് നമ്മൾ ഒരിക്കലും മിസ്സാക്കരുത്. നമ്മളെ കേൾക്കുന്നത് കൂടെ തന്നെ നമ്മളെ കൂടെ ജോയിൻ ചെയ്ത ആൾക്കാര്, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് തോന്നുന്ന ആൾക്കാർ നമ്മൾ നിർബന്ധിച്ച് എന്തായാലും കൊണ്ടുവരിക. അപ്പൊ എല്ലാവർക്കും മീറ്റിംഗിലേക്ക് നല്ല റാങ്ക് അച്ചീവ് ചെയ്യാനും അതോടൊപ്പം തന്നെ നല്ല ആൾക്കാരെ കൊണ്ടുവരാനും
നല്ല രീതിയിലും ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് TC റാങ്ക് അച്ചീവ് ചെയ്ത ആസിഫ് സാറിന് ഒരിക്കൽ കൂടി പിന്നെ കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെക്ഷൻ സംസാരിക്കാനായിട്ട് വേദി വെച്ച് തന്ന ബിന്ദുമാട്ടിനും കൃഷ്ണൻ സാറിനും അതുപോലെ തന്നെ എന്റെ ഈ മീറ്റിംഗ് കേട്ട എന്റെ ക്ലാസ് കേട്ട എല്ലാ ഡിസ്ട്രിബ്യൂട്ടർമാർക്കും എല്ലാവർക്കും എന്റെ നന്ദിയും കടപ്പാട് അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.